ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങളിൽ കുറേ പേരൊക്കെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു നിയോഗത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒത്തിരി യുവതി-യുവാക്കൾ വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം നടക്കാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ചിലരാണെങ്കിൽ വിവാഹം വേണ്ടെന്ന തീരുമാനത്തിൽ ജീവിക്കുന്നു. ഇങ്ങനെയുള്ള മക്കൾക്കായി മാതാപിതാക്കൾക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കുമൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റിയ ഏതാനും വചനങ്ങളാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. അതോടൊപ്പം മക്കളില്ലാത്ത ദമ്പതിമാർക്കായി അതിശക്തമായ ഒരു വചനം കൂടി ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ ഒരു മേഖലയിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി ഇന്നേ ദിനം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ തന്നെ ഈശോയോടൊന്ന് പറഞ്ഞേ, ഈശോയെ, ഇപ്പോൾ ലോകമെങ്ങുമുള്ള അൾത്താരകളിൽ അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ബലിയുടെ യോഗ്യതയോട് ചേർത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ മക്കളെയൊക്കെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ദിവ്യകാരുണ്യ ആരാധനയോടും ദിവ്യ ജപമാലകളോടുമൊപ്പം ഞങ്ങളുടെ ഈ പ്രാർത്ഥനയെയും ചേർത്ത് വയ്ക്കുന്നു. ഈ സമയം തന്നെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള യുവതി യുവാക്കളെല്ലാം അനുഗ്രഹിക്കപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന വചനത്തിൻ്റെ ശക്തി വിവാഹ തടസ്സം നേരിടുന്ന എല്ലാ മക്കളിലേക്കും അഭിഷേകമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യുവതി യുവാക്കന്മാർ ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ അവരുടെ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ചിലർക്കെങ്കിലും അതിന് സാധിക്കാറില്ല. എത്ര ആലോചനകൾ വന്നിട്ടും വിവാഹത്തിൽ കലാശിക്കാതെ പോകുന്ന അവസ്ഥ. ഇങ്ങനെ മനസ്സ് വിഷമിച്ചിരിക്കുന്ന ഒത്തിരി യുവതി യുവാക്കന്മാരെ, അമ്മമാരെ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അവർ മെസ്സേജുകൾ അയക്കാറുണ്ട്. ഇങ്ങനെയുള്ളവരൊക്കെ വചനം പറഞ്ഞു പ്രാർത്ഥിക്കണം. തിരുവചനത്തിൻ്റെ ശക്തിയാൽ അവർക്ക് അനുയോജ്യരായ ജീവിത പങ്കാളിയെ ലഭിക്കുക തന്നെ ചെയ്യും. വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പല വീഡിയോകളിലും അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. പഠനകാലം മുതലാണ് വചനത്തിൻ്റെ ശക്തി ഞാൻ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് വിശ്വാസത്തോടെ ഈ വചനങ്ങൾ ഓരോന്നും ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ വിവാഹ തടസ്സങ്ങൾ ഒന്നൊന്നായി മാറിക്കിട്ടും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. മക്കൾക്കായി മാതാപിതാക്കൾക്കും ഈ വചനങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി പറയുന്ന വചനങ്ങൾ നിങ്ങൾ എഴുതിയെടുത്ത് പ്രാർത്ഥിച്ചോളൂ. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 18-ാം തിരുവചനം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 27-ാം തിരുവചനം. ഇതാ, നിനക്ക് മുമ്പ് എൻ്റെ ദൂതനെ ഞാൻ അയക്കുന്നു, അവൻ പോയി നിനക്ക് വഴിയൊരുക്കും. തോബിത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 17-ാം തിരുവചനം. അനാദി മുതലേ അവൾ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവളാണ്, നീ അവളെ രക്ഷിക്കും, അവൾ നിന്നോട് കൂടെ വരികയും ചെയ്യും, നിനക്കവളിൽ സന്തതികൾ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തോബിത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം 6-ാം തിരുവചനം. അവിടുന്ന് ആദത്തെ സൃഷ്ടിച്ചു, അവന് തുണയും താങ്ങുമായി ഹൗവായെ ഭാര്യയായി നൽകി. ഉൽപ്പത്തിയുടെ പുസ്തകം 24-ാം അധ്യായം 7-ാം തിരുവചനം. ദൈവമായ കർത്താവ് തൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും, നീ അവിടെ നിന്ന് എൻ്റെ മകന് ഒരു ഭാര്യയെ കണ്ടെത്തുകയും ചെയ്യും. ജെറമിയായുടെ പുസ്തകം 29-ാം അധ്യായം 6-ാം തിരുവചനം. വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ, നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്കും മക്കളുണ്ടാകട്ടെ, നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. കണ്ടോ, ഈ വചനം വിവാഹം കഴിഞ്ഞ് വർഷങ്ങളേറെയായിട്ടും ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളൊക്കെ ഈ വചനം ഇന്നു മുതൽ ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചേ. ഞാനിപ്പോൾ പറഞ്ഞ വചനം, ഈ വചനം നിങ്ങളിൽ മാംസം ധരിക്കട്ടെ. ഈ വചനത്തിൻ്റെ ശക്തിയാൽ കുഞ്ഞുങ്ങളെ നൽകി ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ദമ്പതിമാരൊക്കെ ഈ വചനം ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. ജെറമിയായുടെ പുസ്തകം 29-ാം അധ്യായം 6-ാം തിരുവചനം. വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ, നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്കും മക്കളുണ്ടാകട്ടെ, നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. ഈശോയെ, ഈ വചനത്തിൻ്റെ ശക്തി
എല്ലാ ദമ്പതിമാരിലേക്കും അഭിഷേകമായ സമയം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാൻ അവരിൽ എന്താണോ തടസ്സമായിട്ട് നിൽക്കുന്നത് അതെല്ലാം ഈ വചനത്തിൻ്റെ ശക്തിയാൽ എടുത്തു മാറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ, ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഉദരഫലം നൽകിയ എല്ലാ ദമ്പതിമാരെയും, കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന എല്ലാ ദമ്പതിമാരും അനുഗ്രഹിക്കപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത വചനം വിവാഹ തടസ്സം നേരിടുന്ന മക്കൾക്കുള്ളതാണ്. ഏശയ്യായുടെ പുസ്തകം 34 അധ്യായം 16 തിരുവചനം. ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല, എന്തെന്നാൽ കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ ഈ 7 വചനങ്ങളും വിവാഹ തടസ്സം നേരിടുന്ന മക്കൾക്ക് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റുന്ന വചനങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞ ജെറമിയ 29:6 വിവാഹ തടസ്സമുള്ളവർക്കും പ്രാർത്ഥിക്കാം, അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്കും ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈശോയെ, ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരുന്ന നല്ലൊരു ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന, ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ ദമ്പതിമാരെയും ഈശോയെ ഈ സമയം നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ പ്രാർത്ഥനകൾ, നീണ്ട നാളത്തെ അവരുടെ കാത്തിരിപ്പ്, അവരുടെ കണ്ണുനീരിന് ഈശോയെ ഇന്ന് നീ ഉത്തരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ശക്തി ഈ മക്കളുടെ എല്ലാം ജീവിതത്തിൽ പ്രകടമാകട്ടെ, വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ശക്തി ഈശോയെ ഇവരിലേക്കെല്ലാം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ശക്തിയാൽ നീണ്ട നാളുകളായുള്ള ഇവരുടെ ജീവിതത്തിലെ സകല തടസ്സങ്ങളും ഈ സമയം എടുത്തു മാറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വിശുദ്ധ ബലിയുടെ യോഗ്യതയോടും ചേർത്ത്, ദിവ്യകാരുണ്യ ആരാധനകളോട് ചേർത്ത്, ദിവ്യ ജപമാലകളോട് ചേർത്ത് ഈശോയെ മക്കളുടെ നിയോഗങ്ങളെ, പ്രാർത്ഥനകളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്കായി, എല്ലാ യുവതി യുവാക്കന്മാർക്കായി അമ്മ പ്രാർത്ഥിക്കണമേ. പാപത്തിലേക്ക് പോകാതെ വിശുദ്ധരായി വളർന്നു വരുവാൻ, വിശുദ്ധിയിൽ വളരുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, യുവതി യുവാക്കന്മാരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങളുടെ മക്കൾക്കായി പ്രാർത്ഥിക്കണമേ.